ഹലോ ഗായ്സ്, അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുറേ മലയാളീസ് ഉണ്ട്. നമ്മൾ പ്രോഗ്രാമിംഗ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ, കോഡിംഗ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ, അങ്ങനെ കുറേ ടെക്നോളജിനെ കുറിച്ച് അറിയാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ, അങ്ങനെ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത്. നിങ്ങൾ ഈ വീഡിയോയുടെ തമ്മിൽ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിനെ കുറിച്ചായിരുന്നു നമ്മൾ തമ്മിൽ ഇട്ടിരുന്നത്. അതേ ഗൈസ്, നമ്മൾ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് ആണ് ഈ ഒരു സീരീസിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതും നമ്മൾ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് വിത്ത് ഫ്ലട്ടർ എന്ന് പറഞ്ഞ ഫ്രെയിം വർക്ക് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലട്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചിലപ്പോൾ അറിയത്തുണ്ടാവും. ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഫ്ലട്ടർ എന്ന് പറഞ്ഞാൽ ഗൂഗിളുകാരുടെ ഒരു ഫ്രെയിം വർക്കാണ് ആപ്ലിക്കേഷൻസ് ഡെവലപ്മെൻറ്റ് ചെയ്യാൻ. അതായത് നമുക്ക് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കാം, iOS ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കാം, വിൻഡോസിൻ്റെ ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കാം, അങ്ങനെ നമുക്ക് വെബ് ആപ്ലിക്കേഷൻസ് വരെ ഉണ്ടാക്കാം. അതുമാത്രമല്ല, നമുക്ക് ഫ്യൂച്ചർ വരുമ്പം ഫൂഷ്യ OS എന്ന് പറഞ്ഞ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നുണ്ട്. അതിൻ്റെ ആപ്ലിക്കേഷൻസ് വരെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിൽ നമ്മൾ സപ്പോർട്ടാകുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾക്ക് കുറേ ലാംഗ്വേജസ് പഠിക്കേണ്ട ആവശ്യം വരുന്നുണ്ട്, അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ അങ്ങനത്തെ ആവശ്യമേ വരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഡാർട്ട് എന്ന് പറഞ്ഞ ലാംഗ്വേജാണ് യൂസ് ചെയ്യുന്നത്. ഈ ഡാർട്ട് എന്ന് പറഞ്ഞ ലാംഗ്വേജ് നമുക്ക് ഗൂഗിളുകാർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ലാംഗ്വേജാണ്. അത് നമുക്ക് 2011 നമുക്കത് ലോഞ്ച് ആയതാണ്. പക്ഷേ അത് അത്രയും പോപ്പുലർ അല്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, അത് ഗൂഗിളുകാരുടെ ഇൻറ്റർണൽ ആപ്ലിക്കേഷൻസ്, അവരുടെ സർവർ സൈഡ് ആപ്ലിക്കേഷൻസ് എല്ലാം ഉണ്ടാക്കാൻ മാത്രമായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ റീസെൻ്റായിട്ട്, അതായത് 2017 നമ്മുടെ ഫ്ലട്ടർ എന്ന് പറഞ്ഞ ഫ്രെയിം വർക്ക് ലോഞ്ച് ആയപ്പോൾ അത് ഡാർട്ട് ലാംഗ്വേജ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ലോഞ്ച് ആയപ്പോൾ നമ്മുടെ ഈ ഡാർട്ട് ലാംഗ്വേജ് വളരെ പോപ്പുലർ ആവാൻ തുടങ്ങി. കാരണം ഈ ഫ്ലട്ടറും ഡാർട്ടും വളരെ പോപ്പുലർ ആവാൻ തുടങ്ങിയ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഫ്ലട്ടറിനകത്ത് ചെയ്യുന്ന ആപ്ലിക്കേഷൻസിൻ്റെ UI, അതായത് യൂസർ ഇൻ്റർഫേസ് നല്ല അടിപൊളിയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, അത് അത്ര അട്രാക്റ്റീവ് ആയിരിക്കും. അതുമാത്രമല്ല, നമ്മൾ ഈ ഫ്ലട്ടറിനകത്ത് ആനിമേഷൻസ് ചെയ്ത്, അതായത് ഓരോ ആനിമേഷൻസ് ചെയ്ത് അത് അത്രയും സ്മൂത്ത് ആൻഡ് ലിക്വിഡ് പോലെ ആയിരിക്കും അതിൻ്റെ ആനിമേഷൻസ് എല്ലാം. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഫ്ലട്ടർ ഏറ്റവും ഫേമസ് ആവാൻ തുടങ്ങിയത്. അതുമാത്രമല്ല ഗൈസ്, നിങ്ങൾ ട്വിറ്ററിൽ ഗൂഗിൾ വരെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ റീസെൻ്റായിട്ട് ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാന്ന് വെച്ചാൽ, നമ്മുടെ മില്യൺസ് ഓഫ് യൂസേഴ്സ് യൂസ് ചെയ്യുന്ന ഗൂഗിൾ പേ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻസ് അത് അവർ ഫ്ലട്ടറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടൊരു ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ളതേ ഉള്ളൂ, നമ്മുടെ ഫ്ലട്ടർ എന്ന് പറഞ്ഞ ഫ്രെയിം വർക്ക് എത്ര സെക്യൂർ ആയിരിക്കും ഓരോ ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ. കാരണം ഗൂഗിൾ പേ തന്നെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫ്ലട്ടർ എന്ന് പറഞ്ഞ ഫ്രെയിം വർക്കിന്. ഞാൻ ബേസിക്കലി എന്തിനാണ് ഫ്ലട്ടറിലേക്ക് ഷിഫ്റ്റ് ആയെന്ന് വെച്ചാൽ, നമുക്ക് ഫ്ലട്ടർ ഈസ് എവ്രിവെയർ. കാരണം നമ്മൾ ഒരു ലാംഗ്വേജ് വെച്ച് നമ്മൾ കോഡിങ് പഠിച്ചാൽ മതി. അത് നമുക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതായത് ഫ്ലട്ടർ വെച്ചിട്ട് നമുക്ക് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ്, iOS ആപ്ലിക്കേഷൻസ്, വിൻഡോസ്, മാക്ക്, അങ്ങനെ തന്നെ നമുക്ക് വെബ്സൈറ്റ്സ് വേണമെങ്കിൽ വെബ്സൈറ്റ്സ് ഉണ്ടാക്കാം. എല്ലാം എവ്രിവെയർ ആണ് ഗൈസ്. സോ അതിനാണ് ഞാൻ ഫ്ലട്ടറിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. അതുമാത്രമല്ല, നമ്മുടെ യൂട്യൂബ് വീഡിയോ സീരീസിൽ നമ്മൾ ആപ്ലിക്കേഷൻസ് ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പോകുന്നതും നമ്മൾ ഫ്ലട്ടർ യൂസ് ചെയ്തുകൊണ്ടാണ്. സോ ഗൈസ്, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള മെയിനായിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുറേ മലയാളീസ് ഉണ്ട് ഫ്ലട്ടർ ബിഗിനർ ആയിട്ടുള്ളവർ, അവർക്കെല്ലാം കൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ വീഡിയോ സീരീസ് എങ്ങനെ കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ, ആദ്യം ബിഗിനർ ലെവൽ തൊട്ട് നമ്മൾ അഡ്വാൻസ് ലെവലിലേക്ക് പോകാനാണ്. ബിഗിനർ ലെവൽസിൻ്റെ ട്യൂട്ടോറിയൽസ് നമ്മളൊരു 1 to 2 വീക്സിൻ്റെ അകത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ 1 മന്തിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ഫ്രണ്ട് എൻഡ് ഫുള്ള് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. മാത്രമല്ല, നമ്മളിപ്പം ട്യൂട്ടോറിയൽസ് പ്ലാൻ ചെയ്യുന്നത് തന്നെ, നമ്മൾ ഒരു വീഡിയോൻ്റെ അകത്ത് നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 5 വിഡ്ജറ്റ്സ്, അതായത് നമ്മൾ ഫ്ലട്ടറിൻ്റെ അകത്ത് നമ്മൾ ഓരോ കോമ്പണൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പേരെന്ന് പറഞ്ഞാൽ വിഡ്ജറ്റ്സ് എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു വീഡിയോൻ്റെ അകത്ത് നമ്മളൊരു 5 വിഡ്ജറ്റ്സ്, നമ്മൾ പുതിയ വിഡ്ജറ്റ്സ് ഓരോരോ വീഡിയോൻ്റെ അകത്ത് നമ്മൾ പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. അങ്ങനെ അത് കംപ്ലീറ്റ് ആവുന്നതിനും നമ്മൾ നെക്സ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റിലേക്ക് പോകുന്നതായിരിക്കും. ഈ ഒരു മന്ത് സീരീസ് കഴിയുമ്പോഴത്തേനും നെക്സ്റ്റ് മന്ത് തൊട്ട് നമ്മൾ ബാക്ക് എൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ബാക്ക് എൻഡും ഫ്രണ്ട് എൻഡും മിക്സ് ആയിട്ടാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ വീഡിയോ സീരീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല ഗൈസ്, നമ്മൾ ടെലിഗ്രാമിൽ ഒരു ഗ്രൂപ്പ് തുടങ്ങുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഫ്ലട്ടർ യൂസ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും എറർ വന്നു. സോ നിങ്ങൾക്ക് അങ്ങനത്തെ എറർ തന്നെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത എറർ വരെ ഉണ്ടെങ്കിൽ, നിങ്ങൾ സ്റ്റാക്ക് ഓവർഫ്ലോ നോക്കുക. അതൊന്നും ആവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ നമ്മുടെ ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതായിരിക്കും.
ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് പറഞ്ഞു തന്നില്ലെങ്കിൽ അല്ല അവർക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് എനിക്ക് മെസ്സേജ് അയച്ചുകൊള്ളുക. ഞാൻ നോക്കുന്നതായിരിക്കും. വിത്തിൻ 24 hours ഞാൻ എല്ലാവരുടെയും മെസ്സേജിന് റിപ്ലൈ അയക്കുന്നതായിരിക്കും. മാത്രമല്ല, നമ്മൾ ടെലിഗ്രാമിൽ തന്നെ എറർ സോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ടീം വ്യൂവർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും, എറർ സോൾവ് ചെയ്യുന്നതായിരിക്കും. ടീം വ്യൂവറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് നിങ്ങളുടെ കമ്പ്യൂട്ടർ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങളുടെ എറർ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് തരാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു. ടെലിഗ്രാമിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അങ്ങനെ തന്നെ നിങ്ങൾക്ക് ലിങ്ക് വർക്കായില്ലെങ്കിൽ ഞാൻ മേലെ പേര് ഇട്ടേക്കാം. നിങ്ങൾ പേര് യൂസ് ചെയ്ത് സെർച്ച് ചെയ്താൽ മതി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് നമ്മുടെ ചാനലിൻ്റെ ഒരു ചെറിയ ഷോർട്ട് ഇൻട്രോ വീഡിയോ ആയിരുന്നു. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഈ വീക്കിൽ തന്നെ നമ്മൾ അടുത്ത ബിഗിനർ ട്യൂട്ടോറിയലായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ ഹെൽതി, ബൈ.